ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ മക്കളെ, ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെയും കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെയും ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം എസെക്കിയേൽ ദീർഘദർശിയുടെ പുസ്തകം 37-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. പിതാവായ ദൈവം എസെക്കിയേൽ ദീർഘദർശി വഴി കർത്താവിൻ്റെ വചനം ശ്രവിച്ചാൽ എന്താണ് നമ്മൾക്ക് ലഭിക്കുക എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നിന്റെ അവസ്ഥ എന്തായിരുന്നാലും, വിജനമായ സ്ഥലത്ത് കിടക്കുന്ന ഉണങ്ങി വരണ്ട അസ്ഥി പോലെ, പലയിടത്തായിട്ട് ചിന്നിച്ചിതറി കിടക്കുന്ന ഉണങ്ങിയ അസ്ഥി പോലെയാണ് നിന്റെ അവസ്ഥയെങ്കിലും നീ അതോർത്ത് വിഷമിക്കേണ്ട. ഒരു കാര്യം നീ പ്രത്യേകം ചെയ്യുക. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വചനം നീ ശ്രവിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവമായ കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം നീ ശ്രവിച്ചാൽ, കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിന്നിലേക്ക് ഞാൻ പ്രാണൻ നിവേശിപ്പിക്കും. നിന്റെ നിർജീവമായി കിടക്കുന്ന അവസ്ഥയിലേക്ക്, ഏത് പ്രശ്നത്തെയാണോ നീ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പ്രശ്നത്തിലേക്ക് കർത്താവിൻ്റെ ജീവൻ അവിടുന്ന് നിവേശിപ്പിക്കും. അപ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ആ വ്യക്തി വീണ്ടും ജീവിക്കാൻ തുടങ്ങും. എല്ലാം നഷ്ടപ്പെട്ടു, എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ അവസ്ഥ ഉണങ്ങി വരണ്ട് കിടക്കുന്ന മരുഭൂമി പോലെ കിടക്കുന്ന ആണെന്ന് വിചാരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, നീ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചാൽ ദൈവത്തിൻ്റെ പ്രാണൻ നിങ്ങളിൽ നിവേശിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് കടന്നു വരികയും നിങ്ങൾ വീണ്ടും ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് കർത്താവിനറിയാം. ആ അവസ്ഥയിലേക്ക് ഇന്ന് സർവശക്തനായ ദൈവം തൻ്റെ ജീവനെ നിങ്ങളിലേക്ക് പടർത്തിത്തഴട്ടെ, നിങ്ങളിലേക്ക് നിവേശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.